തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ചേർന്ന് സംഘടിപ്പിച്ച ബ്ലോക്ക് തല കേരളോത്സവം സമാപിച്ചു. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാന വിതരണവും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.സി. പ്രസാദ് നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു സുരേഷ്, സജിത പി.ഐ, ശാന്തി ബാസി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി നിമിഷ അജീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.ബി. സുരേഷ്, മെമ്പർമാരായ ജൂബി പ്രദീപ്, കലക്ടർ കെ.ബി. സൂദ, ലിൻഡ സുഭാഷ് ചന്ദ്രൻ, ബഗീഷ് പൂരാടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി.ആർ. ഷൈൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി വി.എസ്. ഋജികുമാർ, ജോയിന്റ് ബി.ഡി.ഒ കെ.കെ. ലത, ചാർജ് ഓഫീസർ കെ.ഒ. ലില്ലി, യൂത്ത് കോർഡിനേറ്റർ അമൽ ടി. പ്രേമൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാകായിക മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചെയ്തു. 307 പോയിന്റോടെ ഓവറോൾ ട്രോഫി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കി. റണ്ണേഴ്സ് അപ്പ് ട്രോഫി വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തും കരസ്ഥമാക്കി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ ക്ലബ്ബുകളിലെ മത്സരാർത്ഥികൾ, ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 200ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. മത്സരിക്കാനുള്ള ഒരു അവസരം കണ്ട രീതിയിലാണ് കേരളോത്സവത്തെ രൂപപ്പെടുത്തിയത്. പഞ്ചായത്ത് തലം മുതൽ ബ്ലോക്ക് തലം കഴിഞ്ഞാൽ ജില്ലാ കേരളോത്സവം, സംസ്ഥാന കേരളോത്സവം, അത് കഴിഞ്ഞാൽ പിന്നീട് ദേശീയ യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ നമുക്ക് അവസരമുണ്ട്. ആ കഴിവ് തെളിയിക്കേണ്ട അവസരമുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. പഠനകാലത്ത് നല്ല കലാകാരന്മാർക്കും കലാകാരികൾക്കും അവസരങ്ങളുണ്ട്, വേദികളുണ്ട്. എന്നാൽ പഠനത്തിൽ പുറകിൽ നിൽക്കുന്ന കലാകായിക താരങ്ങൾ അവരുടെ സർഗവാസന അസ്തമിക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഘട്ടത്തിലാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു സമീപനം കൈക്കൊണ്ടത്.